പല ആളുകൾക്കും പേടിയാണ് സ്വന്തമായിട്ട് ലാൻഡ് കൈവശമുണ്ടായിട്ട് അതിനകത്തൊരു വെയർ ഹൗസ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ്, കോൾഡ് സ്റ്റോറേജ് ഇത്തരം പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് റെന്റ് ആകുമോ എന്നുള്ളൊരു പേടിയാണ്. ടൗണിൽ പോയിട്ടൊരു ബിൽഡിംഗ് കേട്ടാൽ നമുക്ക് ധൈര്യമായിട്ട് കെട്ടാം, കാരണം അവിടെ നമുക്ക് റെന്റ് ആകും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിൽ. കാരണം ടൗൺ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് കെട്ടും. അങ്ങനെ ഒത്തിരി ഏരിയകളിൽ ബിൽഡിംഗ് കെട്ടിയിട്ട് റെന്റ് ആവാതെ നിൽക്കുന്ന ഒത്തിരി ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ വെയർ ഹൗസ് കിട്ടുന്ന സമയത്ത് നമുക്കറിയാം ടൗൺ ഭാഗത്തല്ല, ഉള്ള ഏരിയയിൽ പോയിട്ടാണ് ഒരു വെയർ ഹൗസ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ, ഇതെന്തായാലും ആളുകൾ കാണാൻ പോകുന്നില്ല, കാരണം ഉള്ള ഏരിയയിൽ പോയിട്ട് ആരും വിസിറ്റ് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഏരിയയിൽ ഞാനൊരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് റെന്റ് ആകുമോ അല്ലെങ്കിൽ ഇത് ഡെഡ് മണി ആകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. ആക്ച്വലി ഈ ഒരു പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. വെയർ ഹൗസ് എന്ന് പറയുന്നത് ടൗണിൽ പോയിട്ട് ആരും എടുക്കത്തില്ല. വെയർ ഹൗസ് എപ്പോഴും ടൗണിൽ നിന്ന് അകന്ന് 5-10 കിലോമീറ്റർ ദൂരം വിട്ടിട്ട് ആയിരിക്കും വെയർ ഹൗസ് കിട്ടുന്നതും ഇത്തരം യൂണിറ്റുകൾ വരുന്നതും. അപ്പം ഇങ്ങനെയുള്ള യൂണിറ്റുകളിലേക്ക് നമ്മൾ എങ്ങനെയാണ് ടെനന്റിനെ കണ്ടെത്തുന്നത്? ലാൻഡ് കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെനന്റിനെ കിട്ടിയതിന് ശേഷം നമുക്ക് കെട്ടിക്കൊടുക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി സേഫ് സോണാണ്, കാരണം ടെനന്റ് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ കെട്ടിയിട്ട് പിന്നെ അത് റെന്റാക്കുന്ന സമയത്ത് നമുക്കൊരു ഉൾഭയം ഉണ്ടാവും. കാരണം വലിയൊരു എമൗണ്ട് ആണല്ലോ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അത് എങ്ങാനും റെന്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡ് മണി ആയിട്ട് പോകും. അപ്പോൾ ഒരു പേടിയാണ്. ആക്ച്വലി അത് എല്ലാവർക്കും ഉള്ള സംഗതിയാണ്. പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ ഇത്തരം യൂണിറ്റുകൾക്ക് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വളരെയധികം ഡിമാൻഡ് ഉണ്ട്. നമ്മൾ കെട്ടി അതിനെ റെന്റാക്കാൻ നമുക്ക് ഒത്തിരി വഴികളുമുണ്ട്. അതിൽ ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ലാൻഡ് എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്? ബ്രോക്കർമാർ വഴി, അല്ലേ? പക്ഷെ ഇപ്പം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണോ? സോഷ്യൽ മീഡിയ വഴി. കാരണം നമുക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഏത് ഭാഗത്തും വേണമെങ്കിലും നമുക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഏരിയക്കനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ലാൻഡിൻ്റെ ഏരിയക്കനുസരിച്ച് യൂണിറ്റിനെ അനുസരിച്ച് നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ഇന്ന് നമുക്ക് ഇടയിലുണ്ട്. അപ്പം ഇത്തരം ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെനന്റിനെ കണ്ടെത്താൻ വളരെ ഈസിയാണ്. കിട്ടുന്നതിന് മുമ്പ് നമുക്ക് ടെനന്റിനെ കണ്ടെത്താനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി കെട്ടിക്കഴിഞ്ഞ് നമുക്ക് റെന്റ് ആക്കാനുള്ള ഓപ്ഷൻസും നിലവിൽ ഉണ്ട്. അപ്പം ഇത്തരം ടെക്നോളജികൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ടെനന്റിനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. ഇത്തരം പോസിബിലിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇത്തരം പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് ചെയ്തുതരാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഒരു ലാൻഡ് കൈവശം ഉണ്ടെങ്കിൽ അത് എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് അതിനെ വർക്കൗട്ട് ചെയ്യാം എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഏത് രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.